ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര വല്ലഭൻ, അവനെന്നെന്നും മതിയായവൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവ് പ്രിയരെ, സന്ധ്യയുടെയും വലിയ നോമ്പിന്റെ സന്ധ്യയുടെ നമസ്കാരത്തിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലുന്നു: ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാകുന്നു. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16:26 ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവൻ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് പോകാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകനും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ദുശീലം പിടിപെടുന്നു, മദ്യപാനം അദ്ദേഹത്തിന്റെ കുടുംബത്തെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. നാളുകൾ നീങ്ങവേ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളും കൂടുതലായി വരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിൽ ശ്രേഷ്ഠനായ ഒരു ഗുരു വരുവാനും അവരുടെ ഗുരുവിനെ പോയി കാണുവാനും സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം വരുവാൻ പറഞ്ഞയക്കുന്നു. ദിവസങ്ങൾ അങ്ങനെ 2-3 ദിവസങ്ങൾ വരുത്തുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. അദ്ദേഹം ചോദിക്കും, എന്താണ് താങ്കൾ ഞങ്ങളോടൊന്നും സംസാരിക്കാത്തത്? അപ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഗുരു ഇങ്ങനെ പറയാം: ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് നിങ്ങളുടെ മദ്യപാനം മാറ്റുവാനല്ല, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനാണ്. ഇപ്പോൾ ഗുരു എപ്പോൾ ഇവർ വരുമ്പോഴും ഒരു മരത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണെന്ന്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, എന്താണ് ഗുരു അങ്ങ് മരത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുക, മരം എന്നെയാണ് പിടിച്ചിരിക്കുന്നത്, ഞാൻ മരത്തെയല്ല എന്ന്. അദ്ദേഹവും ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, മദ്യം എന്നെ പിടിച്ചിരിക്കുന്നു, ഞാൻ മദ്യത്തെയല്ല എന്ന്. അങ്ങനെ അയാൾക്ക് ഗുരുവിൽ നിന്ന് തൻ്റെ ദുസ്വഭാവം മനസ്സിലാക്കുവാൻ സാധിക്കുകയും അദ്ദേഹം ആ മദ്യപാനശീലം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അനേകം ദുശീലങ്ങളെ പിടിച്ചിരിക്കുന്നില്ലേ? ഈ നോമ്പുകാലങ്ങളിൽ നമ്മൾക്ക് അതെല്ലാം തിരിഞ്ഞു നോക്കേണ്ടതല്ലയോ? പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനം 5:20, 21, 22, 23 ഇപ്രകാരം ജഡത്തിന്റെ കൃപകളെക്കുറിച്ചും ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. നമുക്ക് ജഡത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, മദ്യപാനം, വെറിക്കൂത്ത്, ക്രോധം, ശാഠ്യം, പക, പിണക്കം, അസൂയ, ആഭിചാരം, ഇതെല്ലാം ആകുന്നു ജഡത്തിന്റെ പ്രവൃത്തി. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തികളോ സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, പരോപകാരം, ദയ, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, ഇവയെല്ലാം ആകുന്നു. ഈ ആത്മാവിന്റെ നല്ല ഫലങ്ങളെ നമ്മളിലൂടെ പ്രവഹിച്ചുകൊണ്ട് ആത്മീയ ബലമുള്ളവരായിപ്പാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ജ്ഞാനമുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. സദൃശവാക്യങ്ങൾ 10:1.